കൂടൊക്കെ ഒന്ന് കഴുകാൻ നേരിച്ചിട്ട് 3 എണ്ണത്തിനെ അങ്ങോട്ട് പുറത്തേക്ക് വിടും കേട്ടോ. കൂട്ടിൽ അപ്പിട്ടതുകൊണ്ട് അത് കൃത്യമാക്കാൻ വേണ്ടി ഞാൻ തന്നെ അങ്ങോട്ട് കയറി നിന്നപ്പോൾ എൻ്റെ കൂടെ തന്നെ ശങ്കരി അങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. വന്ന വിരിപ്പ് കണ്ടാൽ തോന്നും അവളിപ്പോൾ എന്നെ സഹായിക്കും എന്നുള്ളത്. എവിടെ ഞാൻ ഇവിടെ ഭക്ഷണം വന്ന് കൊണ്ടുവന്ന് വെച്ചാലോ എന്ന് വിചാരിച്ചിട്ടുള്ള ഇരുത്താണ് കേട്ടോ ആൾ. പിന്നെ നമ്മളെ ശങ്കരനും കുഞ്ഞൂസും കൂടി കളിക്കുന്നത് കണ്ടപ്പോൾ അവളെ കൂടെ അങ്ങോട്ട് കൂടിയിട്ട് അവരവരെ വാടായിട്ടാണ് പോയിട്ടോ. ഈ ഒരു സമയം കൊണ്ട് ഞാൻ കൂടൊക്കെ അങ്ങോട്ട് സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് രാവിലെ ഇവർ കളിക്കുന്നത്. മറ്റേത് ഞാൻ അവർ ഓരോ സമയം വെച്ചിട്ടൊക്കെ ആയിരുന്നു പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളൊന്നും പോകുന്നത് ഞാൻ അറിയാറില്ലായിരുന്നു. ഇപ്പോൾ ഒരൊറ്റയടിക്ക് ഇവരങ്ങോട്ട് തുറന്നു വിട്ടാൽ ബാക്കി കാര്യങ്ങളൊക്കെ തീർക്കാനും പറ്റും. എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനും പറ്റും കേട്ടോ. അതുകൊണ്ട് വലിയൊരു സമാധാനം ഉണ്ട് എന്ന് പറയാം. എന്നാലും ഇവരെ കളി കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല, കളി ഇങ്ങനെ കണ്ടിരിക്കാനും കൂടിയിട്ടാണ് ഞാൻ വന്നിരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇടയ്ക്ക് ദാഹിക്കുമ്പോൾ പെണ്ണ് വന്ന് വെള്ളം കുടിക്കും, അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കും. കാണാനും നല്ല ചേലാണ് കേട്ടോ. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞൂസും വന്ന് വെള്ളം കുടിക്കേണ്ടി കളിച്ചത് മതി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ നേരെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ടെങ്കിൽ പോലും അവളെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശങ്കരിപ്പെണ്ണ് സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. തട്ടിയിടണം. അവളാണെങ്കിൽ ഒന്ന് എനിക്ക് വേണ്ട, ഞാൻ പോയി കളിക്കട്ടെ എന്നുള്ളൊരു ഭാവത്തിൽ ശങ്കറിൻ്റെ കൂടെ അങ്ങോട്ട് പോയി. ഇനിയും കൂട്ട് കളിക്കാനുള്ളൊരു ഭാവത്തിൽ അവളുടെ പിന്നാലെ അങ്ങോട്ട് പോയി കേട്ടോ. ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ ഈ ഒരു പരിപാടി കണ്ടപ്പോഴാണ് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു രംഗം കറക്റ്റ് എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ. ഇപ്പോൾ കുഞ്ഞൂസ് കടിക്കാൻ നേരത്തെ അവൾ 2 കൈ പൊന്തിച്ചത് കണ്ടോ. ഇത് 2 എണ്ണം പൊന്തിച്ചിട്ട് 2 കൈ കൊണ്ട് അവൾ അടിക്കുകയായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കണ്ട് പേടിച്ച് ഓടുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ആകെ കൂടെ അവരുടെ പരിപാടികൾ കാണാൻ നല്ല രസം തന്നെയാണ് കേട്ടോ. പിന്നെ ഇവർ മാറി മാറി കുടിക്കുന്നുണ്ട്. ആദ്യം ശങ്കരൻ കുടിച്ചു, പിന്നെ കുഞ്ഞൂസ് കുടിച്ചു. ഇവരാരും കുടിക്കേണ്ട എന്നുള്ള രീതിയിൽ അവർ 2 പേരും തട്ടി തടയുന്നൊക്കെ ഉണ്ട് നമ്മളെ ശങ്കരി. പക്ഷെ വില പോയില്ല എന്നുള്ളതാട്ടോ വാസ്തവം. അതിനുശേഷം നല്ല ക്ഷീണം എല്ലാവർക്കും വന്നു തോന്നുന്നുണ്ട്. കുഞ്ഞൂസ് നേരെ അങ്ങോട്ട് സിറ്റ് ഔട്ടിൽ പോയിട്ട് കിടക്കാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ച് മൂത്രം ഒഴിക്കാനാണ് 2 എണ്ണം മണം പിടിക്കുന്നത്. കൊലായിലെങ്ങാനും മൂത്രം ഒഴിച്ച് 2 എണ്ണം പൊട്ടെന്ന് പറഞ്ഞതും അവൾ നേരെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ. ശങ്കറിന് മൂത്രം ഒഴിച്ചിട്ടൊന്നുമില്ല, അവളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ ശങ്കരിയും കൂടി കൂട്ടത്തിൽ നിന്നപ്പോൾ നമുക്ക് കുറച്ചേരും കൂടി പുറത്ത് പോയി കളിക്കാം എന്നുള്ള രീതിയിൽ അവളെ വിളിക്കുന്നുണ്ട്. എനിക്ക് വയ്യ എന്നുള്ളൊരു ഭാവത്തിൽ അവൾ അവിടെ മാറി നിൽക്കുന്നുണ്ട്. അവസാനം അവളുടെ പൊറുതിമുട്ടോട് കൂടിയിട്ട് വീണ്ടും അവരുടെ കളി അവർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടോ. അയ്യോ എന്ത് രസമാണെന്ന് അറിയാം. ഇത്രയും സമയം പോയതേ ഞാൻ അറിഞ്ഞില്ല. ഇത്രയും ഗ്യാപ്പിനുള്ളിൽ എൻ്റെ ഒരു പണി നടന്നില്ല എന്നുള്ളതാട്ടോ വാസ്തവം. പിന്നെ അവരുടെ ഇടയ്ക്ക് ഞാൻ ബോളൊക്കെ ഇട്ട് കൊടുത്തു. ആര് ബോൾ വൈൻഡ് ചെയ്യാൻ, ബോളിൻ്റെ സ്ഥാനമാണ് ഓരോരുത്തരെയും കാണുന്നത് എന്നുള്ളതാട്ടോ വാസ്തവം. വീണ്ടും വന്ന് വെള്ളം കുടിച്ചു. പക്ഷേ ഇതിൽ ശരിക്കും സത്യം പറഞ്ഞാൽ നല്ലൊരു ക്ഷീണത്തിലായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നത്. കുഞ്ഞൂസ് നേരെ സിറ്റ് ഔട്ടിൽ പോയിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ നമ്മൾ ശങ്കരി അങ്ങോട്ട് പോയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശങ്കരനെ എവിടെ നോക്കിയപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ശങ്കരൻ വെള്ളപ്പാത്രത്തിൻ്റെ അടുത്ത് തന്നെ ക്ഷീണിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒതുങ്ങി കൊടുത്തിട്ടില്ല. ആരാ ഇറങ്ങുന്ന വെച്ചാൽ അവരുടെ കൂടെ വീണ്ടും കളിക്കുക എന്നുള്ളൊരു ഭാവത്തിൽ ഇച്ചിരി സമയം റെസ്റ്റ് എടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തായാലും ഇന്നൊരു 1.5 ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഗൈസ്.